നമസ്കാരം. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 മെയ് മാസം 21 മുതൽ 31 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. ഇവർ കണ്ണൂർ സ്വദേശിയാണ്. അപ്പൊ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിതയുടെ പേരെന്താണ്? സഫ്രീന ലത്തീഫ് എന്നാണ്. കണ്ണൂർ സ്വദേശിയാണ്. ഇനി രണ്ടാമത്തെ മലയാളി വനിത ചോദിച്ചാൽ ആരാണ്? ശ്രീഷ രവീന്ദ്രൻ. പാലക്കാട് സ്വദേശിയായിട്ടുള്ള ശ്രീഷ രവീന്ദ്രനാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ രണ്ടാമത്തെ മലയാളി വനിത. അപ്പോൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ്? സഫ്രീന ലത്തീഫാണ്, കണ്ണൂർ സ്വദേശി. രണ്ടാമത്തെ മലയാളി വനിത ചോദിച്ചാൽ ശ്രീഷ രവീന്ദ്രൻ, പാലക്കാട് സ്വദേശി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ് 20 അന്തരിച്ച ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് ജയന്ത് വിഷ്ണു നാർലിക്കർ. 2025 മെയ് 20 അന്തരിച്ച ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് ജയന്ത് വിഷ്ണു നാർലിക്കർ. ഇദ്ദേഹത്തിന് പത്മഭൂഷണും പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. 1965 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത്. 2004 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2004 പത്മവിഭൂഷൺ, 1965 പത്മഭൂഷൺ. ശാസ്ത്ര വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ജയന്ത് വിഷ്ണു നാർലിക്കർ. അതേപോലെ ശാസ്ത്ര വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കുന്നതിന് നടത്തിയ ഇടപെടലുകൾക്ക് യുനെസ്കോയുടെ കലിംഗ പുരസ്കാരം 1996 ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 മെയ് 20 അന്തരിച്ച ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജയന്ത് വിഷ്ണു നാർലിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മിസോറാം. ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മിസോറാം ആണ്. എന്താണ് ഉല്ലാസ് പദ്ധതി? ഉല്ലാസിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ അണ്ടർസ്റ്റാൻഡിംഗ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നാണ് ഉല്ലാസ് പദ്ധതിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ് ഉല്ലാസ് പദ്ധതി എന്ന് ചോദിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 15 വയസ്സും അതിൽ കൂടുതലുമുള്ള നിരക്ഷരരെ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഉല്ലാസ്. അപ്പോൾ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് മിസോറാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഭാനു മുസ്താഖ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ഭാനു മുസ്താഖിനാണ്. ഇവരുടെ ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ദീപ ബസ്തിയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. അപ്പൊ 2025 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഭാനു മുസ്താഖിനാണ്. കന്നഡ എഴുത്തുകാരിയാണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആദ്യമായിട്ടാണ് ഒരു കന്നഡ സാഹിത്യകാരിക്ക് ലഭിക്കുന്നത്. ഇവരുടെ ഹേർട്ട് ലാമ്പ് എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിനാണ് 2025 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? ദീപ ബസ്തിയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. 50,000 പൗണ്ടാണ് പുരസ്കാര തുക. 50,000 പൗണ്ടാണ് പുരസ്കാര തുക. ഏകദേശം 57.37 ലക്ഷം ഇന്ത്യ രൂപയാണ് വരുന്നത്. അപ്പൊ 2025 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കന്നഡ സാഹിത്യകാരി ഭാനു മുസ്താഖിനാണ്. അവരുടെ ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്കുള്ള തൊഴിൽ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി ITI ചാലോ അഭിയാൻ പദ്ധതി ആരംഭിച്ചത് ഉത്തർപ്രദേശ് ആണ്. നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്കുള്ള തൊഴിൽ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി ITI ചലോ എന്ന പദ്ധതിയാണ്. ITI ചലോ എന്ന
ITI ചലോ അഭിയാൻ എന്ന പദ്ധതി ആരംഭിച്ചത് ഉത്തർപ്രദേശ് ആണ്. അപ്പൊ ITI ചലോ അഭിയാൻ എന്ന പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ചോദിച്ചാൽ ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. എന്താണ് അതിന്റെ ലക്ഷ്യം? നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്കുള്ള തൊഴിൽ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ITI ചലോ. ആരംഭിച്ച സ്റ്റേറ്റ് ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യ CISF സേനാംഗം എന്ന ബഹുമതി നേടിയത് ഗീത സമൂത്ത. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യ CISF എന്ന സേനാംഗം എന്ന ബഹുമതി നേടിയത് ഗീത സമൂത്തയാണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് CISF. തുറമുഖം, എയർപോർട്ട് തുടങ്ങിയവയ്ക്കുള്ള സംരക്ഷണ ചുമതല ആർക്കാണ്? CISF-നാണ്. അപ്പോൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യ CISF സേനാംഗം എന്ന ബഹുമതി നേടിയത് ആരാണ്? ഗീത സമൂത്തയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ് 20 അന്തരിച്ച ആണവ ശാസ്ത്രജ്ഞനും മുൻ ആണവോർജ കമ്മീഷൻ ചെയർമാനുമായിരുന്ന വ്യക്തിയാണ് MR ശ്രീനിവാസൻ. മാലൂർ രാമസ്വാമി ശ്രീനിവാസൻ. 2025 മെയ് 20 അന്തരിച്ച ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ ചെയർമാനുമായിരുന്ന വ്യക്തിയാണ് മാലൂർ രാമസ്വാമി ശ്രീനിവാസൻ അഥവാ MR ശ്രീനിവാസൻ. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 1984 പത്മശ്രീ ലഭിച്ചു. 1990 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത്. 2015 ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 മെയ് 20 അന്തരിച്ച ആണവ ശാസ്ത്രജ്ഞനും മുൻ ആണവോർജ കമ്മീഷൻ ചെയർമാനുമായിരുന്ന വ്യക്തിയാണ് ആര്? മാലൂർ രാമസ്വാമി ശ്രീനിവാസൻ. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം ചോദിച്ചാൽ 1984. പത്മഭൂഷൺ 1990 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2015 പത്മവിഭൂഷണം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? MR രാമസ്വാമിക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രഥമ ചെയർമാനും ആയിരുന്നു ആര്? MR ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അപ്പൊ 2025 മെയ് 20 അന്തരിച്ച ആണവ ശാസ്ത്രജ്ഞനും മുൻ ആണവോർജ കമ്മീഷൻ ചെയർമാനുമായിരുന്ന വ്യക്തിയാണ് MR ശ്രീനിവാസൻ. അടുത്ത ക്വസ്റ്റ്യൻ, എവറസ്റ്റ് കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ചോൺസിംഗ് ആമോ. അപ്പൊ എവറസ്റ്റ് കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ചോൺസിൻ ആമോ. ഹിമാചൽ പ്രദേശ് സ്വദേശിനിയാണ്. അതേപോലെ എവറസ്റ്റ് കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ലോകത്തിലെ 5ാമത്തെ വ്യക്തി കൂടിയാണ് ആര്? ചോൺസിൻ ആമോ. അപ്പൊ എവറസ്റ്റ് കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? ചോൺസിൻ ആമോ. ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്ലീപ്പർ വന്ദേ ഭാരത് വരുന്ന റൂട്ട് ചോദിച്ചാൽ തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വരെയാണ്. അപ്പൊ കേരളത്തിൽ സ്ലീപ്പർ വന്ദേ ഭാരത് വരുന്ന റൂട്ട് എവിടെയാണ്? തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യ വിലക്കേർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണലിന് വിലക്കേർപ്പെടുത്തിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? റഷ്യയാണ്. റഷ്യ വിലക്കേർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊച്ചി എയർപോർട്ട് പൂർണ്ണമായും ഡിജിറ്റൽ ആക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് CR 2.0. കൊച്ചി എയർപോർട്ട് പൂർണ്ണമായും ഡിജിറ്റൽ ആക്കുന്നതിനുള്ള പദ്ധതിയാണ് CR 2.0. അടുത്ത ക്വസ്റ്റ്യൻ, യാചകമുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ഈയിടെ പ്രഖ്യാപിച്ച നഗരമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ. യാചകമുക്ത നഗരമായിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം പ്രഖ്യാപിച്ച നഗരമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ്യിൽ അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലാണ് MSC എൽസ 3. 2025 മെയ്യിൽ അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലാണ് MSC എൽസ 3. ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS സുജാത. അപ്പം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നാവികസേനയുടെ കപ്പൽ ചോദിച്ചാൽ INS സുജാത. അതേപോലെ കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലും കൂടി ഉണ്ടായിരുന്നു. അർണവേഷ് എന്ന് പറയുന്ന കപ്പലും ICGS അർണവേഷും സാക്ഷോ എന്ന് പറയുന്ന കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുമാണ് ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ 2025 മെയ്യിൽ അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലാണ്
MSC എൽസ-3. ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ചോദിച്ചാൽ ഏതാണ്? INS സുജാതയാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളാണ് അർണവേഷും സാക്ഷവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിഥി തൊഴിലാളികളുടെ മക്കളെ മുഴുവൻ അങ്കണവാടികളിലും സ്കൂളിലും എത്തിക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക പദ്ധതിയാണ് IASATCK. അതിഥി തൊഴിലാളികളുടെ മക്കളെ മുഴുവൻ അങ്കണവാടികളിലും സ്കൂളിലും എത്തിക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക പദ്ധതിയാണ് IASATCK. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ സെയിലിംഗ് വെസലാണ് INSV കൗണ്ടിന്യ. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ സെയിലിംഗ് വെസലാണ് INSV കൗണ്ടിന്യ. അജന്ത ഗുഹകളിലെ ഒരു പെയിന്റിംഗിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന 5-ാം നൂറ്റാണ്ടിന്റെ കപ്പലിന്റെ മാതൃകയിലാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ സെയിലിംഗ് വെസലിന്റെ പേരെന്താണ്? INSV കൗണ്ടിന്യ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയുടെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ഗോൾഡൻ ഡോം. അമേരിക്കയുടെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം. അടുത്ത ക്വസ്റ്റ്യൻ, 2025-26 വർഷത്തേക്ക് ഇന്ത്യ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ഏഷ്യ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ 67ാമത് ഗവേണിംഗ് ബോഡി മീറ്റിംഗിന്റെ വേദി എവിടെയാണ്? ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. അപ്പോൾ 2025-26 വർഷത്തേക്ക് ഇന്ത്യ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ 67ാമത് ഗവേണിംഗ് ബോഡി മീറ്റിംഗിന്റെ വേദി ചോദിച്ചാൽ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. ഏഷ്യ പസഫിക് മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായി പരസ്പര സഹകരണത്തോടെ 1961 സ്ഥാപിതമായ അന്തർ സർക്കാർ സ്ഥാപനമാണ് ഏത്? ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ 2025-26 വർഷത്തെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. അതിന്റെ 67ാമത് ഗവേണിംഗ് ബോഡി മീറ്റിംഗ് നടന്നത് എവിടെയാണ്? ജക്കാർത്ത. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ചിട്ടാണ് APAയുടെ 67ാമത് ഗവേണിംഗ് ബോഡി മീറ്റിംഗ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ എത്തിച്ച് സഹായിക്കുന്ന വ്യക്തികൾക്ക് സംസ്ഥാന സർക്കാർ 25,000 രൂപ പാരിതോഷികം നൽകുന്ന രഹവീർ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ രഹവീർ പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ചോദിച്ചാൽ മധ്യപ്രദേശ്. എന്താണ് രഹവീർ പദ്ധതി? റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ എത്തിച്ച് സഹായിക്കുന്ന വ്യക്തികൾക്ക് 25,000 രൂപ പാരിതോഷികം നൽകുന്ന പദ്ധതിയാണ് രഹവീർ പദ്ധതി. ആ രഹവീർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശിലാണ് രഹവീർ പദ്ധതി ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരാണ് വൺ നേഷൻ വൺ മിഷൻ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരാണ് വൺ നേഷൻ വൺ മിഷൻ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഒരു രാഷ്ട്രം ഒരു ദൗത്യം, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബി പാർട്ട് ഓഫ് ദി പ്ലാൻ. 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയമാണ് ബി പാർട്ട് ഓഫ് ദി പ്ലാൻ. എന്നാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ ബി പാർട്ട് ഓഫ് ദി പ്ലാൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ്യിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ JN1ന്റെ ഉപവകഭേദങ്ങളാണ് LF.7 NB.1.8. അപ്പോൾ 2025 മെയ്യിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ JN1ന്റെ ഉപവകഭേദങ്ങളാണ് LF.7 NB.1.8. അടുത്ത
ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ 9000 HP എഞ്ചിനുള്ള ലോക്കോമോട്ടീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുജറാത്തിലെ ദാഹോദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 9000 HP എഞ്ചിനുള്ള ലോക്കോമോട്ടീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലെ ദാഹോദിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ്യിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരമാണ് എ നജിമുദ്ദീൻ. 2025 മെയ്യിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരമാണ് എ നജിമുദ്ദീൻ. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുമ്പോൾ അതിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ആര്? എ നജിമുദ്ദീൻ. അതേപോലെ ഇന്ത്യൻ ഫുട്ബോളിന്റെ മറഡോണ എന്ന വിശേഷണവും ആർക്കുണ്ട്? എ നജിമുദ്ദീനുണ്ട്. അപ്പോൾ 2025 മെയ്യിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരത്തിന്റെ പേരാണ് എ നജിമുദ്ദീൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡൽഹിയിൽ നടന്ന നീതി ആയോഗിന്റെ 10ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ പ്രമേയമാണ് വികസിത് രാജ്യം ഫോർ വികസിത് ഭാരത് അറ്റ് 2047. ഡൽഹിയിൽ നടന്ന നീതി ആയോഗിന്റെ 10ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ പ്രമേയം വികസിത് രാജ്യം ഫോർ വികസിത് ഭാരത് അറ്റ് 2047 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെ കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതരാക്കുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിനുമായി ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് യശോദ AI. സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെ കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതരാക്കുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിനുമായി ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരാണ് യശോദ AI. ഉത്തർപ്രദേശിലെ റായ് ബറേലിയിൽ നിന്നാണ് ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെ കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതരാക്കുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരെന്താണ്? യശോദ AI എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സങ്കീർണമോ ചിലവേറിയതോ ആയ ലബോറട്ടറി നടപടിക്രമങ്ങളുടെ ആവശ്യമില്ലാതെ സ്ഥാനാർബുദ കോശങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന നൂതന സെമി കണ്ടക്ടർ അധിഷ്ഠിത ബയോസെൻസർ ഉപകരണം വികസിപ്പിച്ചെടുത്തത് NIT റൂർക്കേലയാണ്. സങ്കീർണമോ ചിലവേറിയതോ ആയ ലബോറട്ടറി നടപടിക്രമങ്ങളുടെ ആവശ്യമില്ലാതെ സ്ഥാനാർബുദ കോശങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന നൂതന സെമി കണ്ടക്ടർ അധിഷ്ഠിത ബയോസെൻസർ വികസിപ്പിച്ചെടുത്തത് NIT റൂർക്കേല. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ 6ാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. രാജ്യത്തെ 6ാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. രാജ്യത്തെ ആദ്യത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. ഇത് 6ാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് ആണ് ഇവിടെ വരുന്നത് ഉത്തർപ്രദേശില്. അടുത്ത ക്വസ്റ്റ്യൻ, ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറാനുള്ള കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് ബ്രിട്ടൻ. ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറാനുള്ള കരാറിൽ ഒപ്പുവെച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ബ്രിട്ടൻ. ഏത് സമുദ്രത്തിലാണ് ചാഗോസ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചാഗോസ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അപ്പോൾ ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറാനുള്ള കരാറിൽ ഒപ്പുവെച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ബ്രിട്ടൻ ആണ്. ചാഗോസ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ്യിൽ ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യമാണ് അൾജീരിയ. 2025 മെയ്യിൽ ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യമാണ് അൾജീരിയ. ബ്രിക്സ് രാജ്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്കാണ് ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പോൾ 2025 മെയ്യിൽ ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ഔദ്യോഗികമായി അംഗമാകുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? അൾജീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ കണ്ടെത്തിയ യൂത്താലിയ മലാക്കാന എന്ന ജീവി ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ചിത്രശലഭം. അടുത്തിടെ കണ്ടെത്തിയ യൂത്താലിയ മലാക്കാന എന്ന ജീവി ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ചിത്രശലഭമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ 2025 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ റോട്ടർഡാം. 2025 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റോട്ടർഡാം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയത് ഇന്ത്യ. ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യമാണ് ഇന്ത്യ. 1ാം സ്ഥാനം ആർക്കാണ്? 1ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. 2ാം സ്ഥാനം ചൈനയാണ് 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് ആരാണ്? ജർമ്മനിയാണ് 3ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്ത് ഇപ്പൊ ആരായി? ഇന്ത്യയായി. അപ്പോൾ ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയത് ഇന്ത്യയാണ്. 1ാം സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജർമ്മനി, 4ാം സ്ഥാനം ഇന്ത്യക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ഫിലിപ്പീൻസിൽ നിന്നും വികസിപ്പിച്ച പുതിയ ഇനം നെല്ലിനത്തിന്റെ പേരാണ് മാലവിയ മനില സിഞ്ചിത് ധാൻവൺ. ഇന്ത്യയിലെ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ഫിലിപ്പീൻസിൽ നിന്നും വികസിപ്പിച്ച പുതിയ ഇനം നെല്ലിനമാണ് മാലവിയ മനില സിഞ്ചിത് ധാൻവൺ. അടുത്ത ക്വസ്റ്റ്യൻ, കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും വലിയ പുരസ്കാരമായ പാംദിയോർ നേടിയ ചലച്ചിത്രം ചോദിച്ചാൽ ഏതാണ്? ഇറ്റ് വാസ് ജസ്റ്റ് ഇൻ ആക്സിഡന്റ്. ഇറാനിയൻ ചലച്ചിത്രമായ ഇറ്റ് വാസ് ജസ്റ്റ് ഇൻ ആക്സിഡന്റ് എന്ന സിനിമയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും വലിയ പുരസ്കാരമായ പാംദിയോർ നേടിയ ചലച്ചിത്രം. ഇതിന്റെ സംവിധാനം ചോദിച്ചാൽ ആരാണ്? ജാഫർ പനാഹിയാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും വലിയ പുരസ്കാരമായ പാംദിയോർ നേടിയ ചലച്ചിത്രമാണ് ഇറ്റ് വാസ് ജസ്റ്റ് ഇൻ ആക്സിഡന്റ്. ഇറാനിയൻ ചലച്ചിത്രമാണ്. സംവിധാനം ചോദിച്ചാൽ ജാഫർ പനാഹിയാണ് ഇറ്റ് വാസ് ജസ്റ്റ് ഇൻ ആക്സിഡന്റ് എന്ന സിനിമയുടെ സംവിധാനം നടത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും പുതിയ സെൻസസ് പ്രകാരം ഗുജറാത്തിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ആകെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 894. ഏറ്റവും പുതിയ സെൻസസ് പ്രകാരം ഗുജറാത്തിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം 894. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലാസാഹിത്യ വേദിയുടെ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആശാ മേനോനാണ്. കലാസാഹിത്യ വേദിയുടെ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആശാ മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതി കൊളീജിയം അംഗമാകുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് BV നാഗരത്ന. സുപ്രീം കോടതി കൊളീജിയം അംഗമാകുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് BV നാഗരത്ന. സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന 5 ജഡ്ജിമാർ ഉൾപ്പെടുന്നതാണ് സുപ്രീം കോടതിയിലെ കൊളീജിയം. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളുടെയും ജഡ്ജിമാരുടെ നിയമനം, സ്ഥലമാറ്റം എന്നിവയിൽ തീരുമാനമെടുക്കുന്നത് ഈ കൊളീജിയമാണ്. അങ്ങനെ സുപ്രീം കോടതി കൊളീജിയത്തിൽ അംഗമായ വ്യക്തിയാണ് ആര്? ജസ്റ്റിസ് BV നാഗരത്ന. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യത്തെ ജനകീയ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ലയാണ് കോഴിക്കോട്. സംസ്ഥാനത്തെ ആദ്യത്തെ ജനകീയ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ല ചോദിച്ചാൽ ഏതാണ്? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി തിരഞ്ഞെടുത്തത് അതിരാണി. കോഴിക്കോട് ജില്ലയുടെ പുഷ്പം ഏതാണ്? അതിരാണി. കോഴിക്കോട് ജില്ലയുടെ പക്ഷി ചോദിച്ചാൽ മേനിപ്പൊന്മാൻ. കോഴിക്കോട് ജില്ലയുടെ പുഷ്പം അതിരാണി. കോഴിക്കോട് ജില്ലയുടെ പക്ഷി മേനിപ്പൊന്മാൻ. ഇനി കോഴിക്കോട് ജില്ലയുടെ ശലഭം മലബാർ റോസ്. കോഴിക്കോട് ജില്ലയുടെ ശലഭം ചോദിച്ചാൽ മലബാർ റോസ്. വൃക്ഷം ഏതാണ്? ഈയകം. ഈയകമാണ് വൃക്ഷം. അപ്പൊ കോഴിക്കോട് ജില്ലയുടെ പുഷ്പം ചോദിച്ചാൽ അതിരാണി, പക്ഷിയാണെങ്കിൽ മേനിപ്പൊന്മാൻ, ശലഭം മലബാർ റോസ്, വൃക്ഷമാണെങ്കിൽ ഈയകം. ഇനി പൈതൃക വൃക്ഷം ചോദിച്ചാൽ അത് ഈന്താണ്. കോഴിക്കോട് ജില്ലയുടെ പൈതൃക വൃക്ഷമായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? ഈന്താണ്. കോഴിക്കോട് ജില്ലയുടെ ജലജീവിയായിട്ട് തിരഞ്ഞെടുത്തത് നീർനായയാണ്. കോഴിക്കോട് ജില്ലയുടെ ജലജീവി നീർനായ. അതേപോലെ മത്സ്യം പന്താള പൂന്താരകനാണ്. മത്സ്യം പന്താള പൂന്താരകൻ. മൃഗം ചോദിച്ചാൽ ഈനാമ്പേച്ചിയാണ് കോഴിക്കോട് ജില്ലയുടെ മൃഗമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പൊ കോഴിക്കോട് ജില്ലയുടെ പുഷ്പം ചോദിച്ചാൽ ഏതാണ്? അതിരാണി. കോഴിക്കോട് ജില്ലയുടെ പക്ഷി മേനിപ്പൊന്മാൻ, ശലഭമാണെങ്കിൽ മലബാർ റോസ്, വൃക്ഷം ഈയകം, പൈതൃക വൃക്ഷം ചോദിച്ചാൽ ഈന്ത്, ജലജീവി നീർനായ, മത്സ്യം പാന്താള പൂന്താരകൻ, മൃഗം ചോദിച്ചാൽ ഈനാമ്പേച്ചി.
കൊച്ചി. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ജനകീയ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോടിന് മുമ്പ് കാസർഗോഡിന്റെ ഔദ്യോഗിക ജീവിനെ പുഷ്പത്തിനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശുഭമാൻ ഗിൽ ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ശുഭമാൻ ഗിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ്യിൽ മേഘാലയയിൽ നിന്നും കണ്ടെത്തിയ ഗുഹയിൽ വസിക്കുന്ന പുതിയ ഇനം മത്സ്യമാണ് ഷിസ്റ്റുറ ഡെൻസിക്ലാവ. 2025 മെയ്യിൽ മേഘാലയയിൽ നിന്നും കണ്ടെത്തിയ ഗുഹയിൽ വസിക്കുന്ന പുതിയ ഇനം മത്സ്യത്തിന്റെ പേരാണ് ഷിസ്റ്റുറ ഡെൻസിക്ലാവ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിന്റെ മിഷൻ അന്ത്യോദയ സർവേ റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 100 പഞ്ചായത്തുകളിൽ ഇടം പിടിച്ച കേരളത്തിലെ പഞ്ചായത്തുകളാണ് പാറശാലയും പൂവച്ചലും. കേന്ദ്ര സർക്കാരിന്റെ മിഷൻ അന്ത്യോദയ സർവേ റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 100 പഞ്ചായത്തുകളിൽ ഇടം പിടിച്ച കേരളത്തിലെ പഞ്ചായത്തുകളാണ് പാറശാലയും പൂവച്ചലും. അതിൽ പാറശാലയ്ക്ക് 53ാമത്തെ റാങ്കും പൂവച്ചലിന് 75ാമത് സ്ഥാനവുമാണ് ലഭിച്ചത്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ മിഷൻ അന്ത്യോദയ സർവേ റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 100 പഞ്ചായത്തുകളിൽ ഇടം പിടിച്ച കേരളത്തിലെ പഞ്ചായത്തുകളാണ് പാറശാലയും പൂവച്ചലും. ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിച്ച് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ നടത്തുന്ന പഞ്ചായത്തുകളെ കണ്ടെത്തുന്ന സർവേയാണ് ഏത്? മിഷൻ അന്ത്യോദയ സർവേ എന്ന് പറയുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ മിഷൻ അന്ത്യോദയ സർവേ റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 100 പഞ്ചായത്തുകളിൽ ഇടം പിടിച്ച കേരളത്തിലെ പഞ്ചായത്തുകളാണ് പാറശാലയും പൂവച്ചലും. നെക്സ്റ്റ്, 2025 ജൂണിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂര്. 2025 ജൂണിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂര്. PV അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത്. അപ്പൊ 2025 ജൂണിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുന്ന നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ ഏതാണ്? നിലമ്പൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ജീൻ എഡിറ്റ് ചെയ്ത ആടുകളെ നിർമ്മിച്ച സർവകലാശാലയാണ് ഷേർ-ഇ കാശ്മീർ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്ത്യയിലെ ആദ്യത്തെ ജീൻ എഡിറ്റ് ചെയ്ത ആടുകളെ നിർമ്മിച്ച സർവകലാശാലയാണ് ഷേർ-ഇ കാശ്മീർ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ടെക്നോളജി. ക്രിപ്സാർ-കാസ്9 ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ജീൻ എഡിറ്റ് ചെയ്ത ആടുകളെ നിർമ്മിച്ച സർവകലാശാലയാണ് ഷേർ-ഇ കാശ്മീർ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ടെക്നോളജി. നെക്സ്റ്റ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആരംഭിക്കുന്ന ദേശീയ പ്രചരണ പരിപാടിയാണ് വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആരംഭിക്കുന്ന ദേശീയ പ്രചരണ പരിപാടിയാണ് വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ വാർഷിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? മലേഷ്യയിലെ കോലാലംപൂരിലാണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാനിന്റെ വാർഷിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? കോലാലംപൂർ. മലേഷ്യയിലെ കോലാലംപൂരിലാണ് ആസിയാന്റെ വാർഷിക ഉച്ചകോടി നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാനായി 12 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാനായി 12 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. ചൈനയുടെ ലോങ് മാർച്ച് 2D എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. ലോങ് മാർച്ച് 2D എന്ന റോക്കറ്റിലാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാനായി 12 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? ലോങ് മാർച്ച് 2D എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്.
അടുത്ത ക്വസ്റ്റ്യൻ, ടാറ്റ എയർബസിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ നേതൃത്വത്തിലുള്ള ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. ടാറ്റ എയർബസിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ നേതൃത്വത്തിലുള്ള ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് കർണാടകയിലെ കോലാറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ദക്ഷിണ കൊറിയയിലെ ഗുമിയിലാണ്. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയിലെ ഗുമിയിലാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ ലോകാരോഗ്യ സംഘടന പോളിയോ വൈറസ് ടൈപ്പ് 2 പൊട്ടിപ്പുറപ്പെട്ടതായി സ്ഥിരീകരിച്ച രാജ്യമാണ് പാപ്പുവ ന്യൂഗിനിയ. അപ്പൊ അടുത്തിടെ ലോകാരോഗ്യ സംഘടന പോളിയോ വൈറസിന്റെ ടൈപ്പ് 2 പൊട്ടിപ്പുറപ്പെട്ടതായി സ്ഥിരീകരിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? പാപ്പുവ ന്യൂഗിനിയ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത തലമുറയിലെ 2 സീറ്റർ ഇലക്ട്രിക് പരിശീലന വിമാനമായ ഹൻസ അഥവാ ഈ ഹൻസ വികസിപ്പിക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ച രാജ്യമാണ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ ഭൂഖണ്ഡത്തിലെയും ഏറ്റവും ഉയരമുള്ള കൊടുമുടി കീഴടക്കി 7 സമ്മിറ്റ് ചലഞ്ച് പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനാണ് വിശ്വനാഥ് കാർത്തികേയൻ. ഓരോ ഭൂഖണ്ഡത്തിലെയും ഏറ്റവും ഉയരമുള്ള കൊടുമുടി കീഴടക്കി 7 സമ്മിറ്റ് ചലഞ്ച് പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനാണ് വിശ്വനാഥ് കാർത്തികേയൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലം ചോദിച്ചാൽ നോണി ബ്രിഡ്ജ്, മണിപ്പൂരിലെ നോണി ബ്രിഡ്ജ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലം. 141 മീറ്റർ ആണ് ഈ പാലത്തിന്റെ ഉയരം. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലം ചോദിച്ചാൽ ഏതാണ്? നോണി ബ്രിഡ്ജ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലത്തിന്റെ ഉയരം ചോദിച്ചാൽ 141 മീറ്റർ ആണ് ഈ പാലത്തിന്റെ ഉയരം. അടുത്ത ക്വസ്റ്റ്യൻ, ഡേറ്റ അധിഷ്ഠിത തീരുമാനമെടുക്കൽ വർദ്ധിപ്പിക്കുന്നതിനും സമഗ്രമായ സാമൂഹിക സാമ്പത്തിക വികസനം സാധ്യമാക്കുന്നതിനുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയം 2025 പുറത്തിറക്കിയ സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയം 2025 പുറത്തിറക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഒഡീഷ. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയം എന്ന് ചോദിച്ചാൽ ഡേറ്റ അധിഷ്ഠിത തീരുമാനമെടുക്കൽ വർദ്ധിപ്പിക്കുന്നതിനും സമഗ്രമായ സാമൂഹിക സാമ്പത്തിക വികസനം സാധ്യമാക്കുന്നതിനുമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയം 2025 പുറത്തിറക്കിയ സംസ്ഥാനമാണ് ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ, സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് ദിയു. സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് ദിയു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർണാടകയുടെ വനം വന്യജീവി അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് അനിൽ കുംബ്ലെ. കർണാടകയുടെ വനം വന്യജീവി അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അനിൽ കുംബ്ലെ. നെക്സ്റ്റ്, മിതാദൽ, ത്രിഗാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത പുരാവസ്തു സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഹരിയാന. മിതാദൽ, ത്രിഗാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത പുരാവസ്തു സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഹരിയാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനായി ചൈനയുടെ നേതൃത്വത്തിൽ നിലവിൽ വരുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനായി ചൈനയുടെ നേതൃത്വത്തിൽ നിലവിൽ വരുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.